ഹായ് ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ബാംഗ്ലൂരു സീരീസ് കുട്ടി വ്ളോഗ്സ്. ഇന്നിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. ഇനി അധികം ദിവസങ്ങളില്ല തിരിച്ച് വീട്ടിൽ പോകാൻ. വരുന്നത് സാറ്റർഡേ സൺഡേ ആണ്. സാറ്റർഡേ സൺഡേ വേറെ പരിപാടികളൊന്നുമില്ല, ഹോട്ടലിൽ തന്നെയാണ്. കാരണം ശബ്ദമൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് മേ ബി റിസ്ക് ആയിരിക്കും. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും മീൻകറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നാന്ന് വെച്ചാൽ എന്തോ എൻ്റെ ടേസ്റ്റ് ബഡ് ഇവിടുത്തെ സാധനങ്ങളോട് അങ്ങോട്ടങ്ങ് ശരിയാവുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓക്കെ മാത്രമാണ്. അതുകൊണ്ട് രാത്രി ഇപ്പോൾ ഫുഡില്ല, ഒരു കാപ്പിയും 2 റസ്ക്കും, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫുഡ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് സ്ഥിരം ബിരിയാണി കഴിച്ചിട്ടേ അങ്ങോട്ട് ബിരിയാണിയോടും മടുപ്പ് വന്നു. പിന്നെ കട്ടിങ്സ് ചായ, കട്ടിങ്സ് കോഫി, ഇതൊക്കെയാണ് ഒരു ആശ്രയം. എന്തായാലും ഷട്ടിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. എത്രയാണെന്നും പറഞ്ഞിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെയും ചുറ്റുപാടിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സൗന്ദര്യം തന്നെ കുറച്ച് നേരം ആസ്വദിച്ചു. ആൻഡ് ഇതാണ് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. ചിലപ്പോൾ എൻ്റെ ക്യാമറയുടെ എന്താ പറയുക ക്ലാരിറ്റി അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ ഇഷ്ടമായി ഈ ബാംഗ്ലൂർ എയർപോർട്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും. ശരിക്കും ഓരോ ഷോപ്പിലെ എഴുത്തിന് പോലും ഇതിനൊരു ഭംഗിയുണ്ട്. അത് വേണ്ടിയിട്ട് മാത്രം, ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഷട്ടിൽ സർവീസിൻ്റെ ഈ ഒരു ഏരിയ പിടിച്ചത് തന്നെ.